നമസ്കാരം. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുന്ന വികസന വേദിയിൽ വിജയ കേരളം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ഈ എപ്പിസോഡിൽ കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ, തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര എന്നീ മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ പരിചയപ്പെടാം. കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റത്ത് തേജസ്വിനി പുഴയുടെ തീരങ്ങളിൽ പരന്നു കിടക്കുന്ന സാംസ്കാരിക പൈതൃകത്താൽ സമ്പന്നമായ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം. സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി ഈ മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന സുപ്രധാന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ വിസ്മയകരമായ മുന്നേറ്റമാണ് നമുക്ക് കൈവരിക്കാൻ സാധിച്ചത്. പോയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സർക്കാരിൻ്റെ ഖജനാവിലെ പണം എന്നുള്ള രീതിയിൽ നിന്ന് വിവിധ പദ്ധതികളാണ് സാധാരണഗതിയിൽ ആസൂത്രണം ചെയ്യാറുള്ളത്. എന്നാൽ 2016 അധികാരത്തിൽ വന്ന സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിലെ പശ്ചാത്തല മേഖലയുടെ വികസനം ഉറപ്പുവരുത്താൻ അധിക വിഭവ സമാഹരണത്തെക്കുറിച്ച് ആലോചിക്കുകയായിരുന്നു. അങ്ങനെയാണ് കിഫ്ബി എന്ന പദ്ധതി രൂപം കൊണ്ടത്. കിഫ്ബി പദ്ധതിയുടെ ആരംഭഘട്ടത്തിൽ ഈ പദ്ധതി വിജയകരമായി കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള ആശങ്കയും ഉത്കണ്ഠയും കേരളീയ സമൂഹത്തിനുണ്ടായിരുന്നു, ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അക്ഷരാർത്ഥത്തിൽ ഈ പദ്ധതി ഫലപ്രദവും കാര്യക്ഷമമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന് കഴിഞ്ഞു. 50,000 കോടി രൂപയുടെ പദ്ധതികളെക്കുറിച്ചാണ് ആദ്യഘട്ടത്തിൽ വിഭാവന ചെയ്തത്. ഫലത്തിൽ ഇപ്പോൾ ഈ 8 വർഷക്കാലത്തെ കാലയളവിൽ 80,000 കോടിയിലധികം രൂപയുടെ വിവിധ പദ്ധതികൾക്കായി ഭരണാനുമതി നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും, അതിൽ ഭരണ പ്രതിപക്ഷ ഭേദമൊന്നുമില്ല, ഭരണ പ്രതിപക്ഷ ഭേദമേന്യേ എല്ലാ മണ്ഡലങ്ങളിലും അനിവാര്യമായ വികസന പദ്ധതികൾ കണ്ടെത്തി അതിനാവശ്യമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് ഉറപ്പുവരുത്തി കിഫ്ബിയിൽ നിന്ന് പണം അനുവദിച്ച് നൽകുകയായിരുന്നു. തൃക്കരിപ്പൂർ പോലൊരു മണ്ഡലത്തിൽ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നത് ഇവിടുത്തെ ജനജീവിതത്തിലും സാമ്പത്തിക വളർച്ചയിലും വലിയ സ്വാധീനം ചെലുത്തും. ഈ ലക്ഷ്യം മുൻനിർത്തി റോഡുകൾ, പാലങ്ങൾ, റെയിൽവേ മേൽപ്പാലങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിലും നവീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. പ്രധാനമായും റെയിൽവേ ക്രോസുകളിലെ യാത്രാ തടസ്സം ഒഴിവാക്കുന്നതിനായി 3 റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഈ മേഖലയിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. തൃക്കരിപ്പൂർ, എടച്ചാക്കൈ, നടക്കാവ്, ബീരിച്ചേരി എന്നിവിടങ്ങളിലേക്കാണ് റോഡ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ ഈ മേൽപ്പാലങ്ങൾ നിർമ്മിക്കുന്നത്. യഥാക്രമം 53 കോടി, 32 കോടി, 28 കോടി രൂപ വീതമാണ് ഈ പദ്ധതികൾക്കായി വകയിരുത്തിയിട്ടുള്ളത്. ഇവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ മേൽപ്പാലങ്ങൾ യാഥാർത്ഥ്യമാകുന്നതോടെ ദേശീയപാതയിലെയും മറ്റ് പ്രധാന റോഡുകളിലെയും ഗതാഗതം കൂടുതൽ സുഗമവും വേഗത്തിലുമാകും. റോഡ് ശൃംഖല വികസിപ്പിക്കുന്നതിലും വലിയ മുന്നേറ്റമാണ് നടക്കുന്നത്. കയ്യൂർ, ചേർക്കുളം, പാലക്കുന്ന് റോഡിന്റെ 12 കിലോമീറ്ററിലധികം ദൂരം DBM&BC നിലവാരത്തിൽ നവീകരിക്കുന്നതിനായി കേരള റോഡ് ഫണ്ട് ബോർഡ് 36.6 കോടി രൂപ വകയിരുത്തിയതിൽ 34.5 കോടി രൂപയുടെ, അതായത് ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അതുപോലെ ചെറുവത്തൂർ, ചീമേനി IT പാർക്ക്, പാലവയൽ, ഭീമാണ്ടി, മുക്കാള റോഡ് നവീകരിക്കുന്ന ബൃഹത്തായ പദ്ധതിയും പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ്. 121 കോടിയിലധികം രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 104 കോടി രൂപയുടെയും പ്രവർത്തനങ്ങൾ KRFP പൂർത്തിയാക്കിയിട്ടുണ്ട്. നീലേശ്വരം, കച്ചേരിക്കടവ് ടൗൺ, രാജാ റോഡ് നവീകരിക്കുന്നതിനും കച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനുമായി 40 കോടിയിലധികം രൂപ അനുവദിച്ചതിൽ 9.8 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ നടന്നു. പുതിയ പാലങ്ങളുടെ നിർമ്മാണവും ഗതാഗതത്തിന് മുതൽക്കൂട്ടാകും. മുട്ടോളിപ്പുഴയ്ക്ക് കുറുകെ രാമഞ്ചിറ പാലം നിർമ്മിക്കുന്നതിനായി KRFB 19.4 കോടി രൂപ വകയിരുത്തിയതിൽ 15.3 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി. ചൈത്രവാഹിനി പുഴയ്ക്ക് കുറുകെ കളിക്കടവിൽ പാലം നിർമ്മിക്കുന്ന 3.7 കോടി രൂപയുടെ പദ്ധതിയും പുരോഗമിക്കുന്നു. തീരദേശ മേഖലയുടെയും മലയോര മേഖലകളുടെയും വികസനത്തിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു.
തീരദേശ ഹൈവേയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ വലിയ പറമ്പ് പാലം മുതൽ പന്നിക്കുന്ന് വരെയുള്ള 57 കിലോമീറ്റർ ദൈർഘ്യമുള്ള രണ്ടാം റീച്ചിനായി 44.6 കോടി രൂപയുടെ പദ്ധതിക്ക് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഹൈവേയുടെ നിർണായക ഭാഗമായ വലിയ പറമ്പ് പാലം നിർമ്മിക്കുന്നതിനായി 55 കോടിയിലധികം രൂപയുടെ മറ്റൊരു വലിയ പദ്ധതിക്കും KRFB അംഗീകാരം നൽകിയിട്ടുണ്ട്. മലയോര മേഖലയുടെ ജീവനാഡിയായ മലയോര ഹൈവേയുടെ ഭാഗമായി കോളിത്തട്ട് ചെറുപുഴ റോഡിന്റെ നവീകരണം ഏറെക്കുറെ പൂർത്തിയായി. 89 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 70 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി. ഈ ഹൈവേയുടെ ഭാഗമായി വള്ളിക്കടവ് പാലം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും പരിഗണനയിലാണ്. ഈ ഗതാഗത വികസന പദ്ധതികളെല്ലാം പൂർത്തിയാകുമ്പോൾ തൃക്കരിപ്പൂരിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സാമ്പത്തിക, സാമൂഹിക, ടൂറിസം മേഖലകളിൽ വലിയ മാറ്റങ്ങൾ ദൃശ്യമാകും. ഗതാഗത രംഗത്തെ ഈ വിപ്ലവകരമായ മാറ്റങ്ങൾക്കൊപ്പം നമ്മുടെ പുതുതലമുറയ്ക്ക് ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിലും സർക്കാർ അതീവ ശ്രദ്ധയാണ് നൽകുന്നത്. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഉൾപ്പെടുന്ന കാസർഗോഡ് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കാൻ ലക്ഷ്യമിട്ട് നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. കാസർഗോഡ് എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ സുപ്രധാന മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില കാസർഗോഡ് ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 20, ക്ലസ്റ്റർ 24 എന്നിങ്ങനെ നിരവധി ക്ലസ്റ്റർ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ഓരോ പദ്ധതിക്കും 11 കോടി മുതൽ 15 കോടി രൂപ വരെയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇവയുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. കൂടാതെ കില തന്നെ മറ്റ് ജില്ലകളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ക്ലസ്റ്റർ പദ്ധതിയുടെയും ഗുണഫലം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്കും ലഭിക്കുന്നുണ്ട്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 2 പദ്ധതിക്കായി 15 കോടി രൂപ അനുവദിച്ചതിൽ 14.6 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായി എന്നത് ഈ രംഗത്തെ വലിയ നേട്ടമാണ്. അതുപോലെ കണ്ണൂർ കാസർഗോഡ് ക്ലസ്റ്റർ ഫേസ് 1 പദ്ധതിക്കായി 9 കോടി രൂപ വകയിരുത്തിയതിൽ 8.4 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങളും പൂർത്തിയായി. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇത് നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം ഒരുക്കുന്നതിന് സഹായിക്കുന്നു. മേഖലയിലെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമിട്ട് ഫിഷറീസ് വകുപ്പിന്റെ കീഴിൽ കേരള സ്റ്റേറ്റ് കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന കാസർഗോഡ് ജില്ലയിലെ വിദ്യാഭ്യാസ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതിയുടെ 1ാം ഘട്ടവും 2ാം ഘട്ടവും പുരോഗമിക്കുകയാണ്. യഥാക്രമം 6.9 കോടി, 4.8 കോടി രൂപ വീതം വകയിരുത്തിയ ഈ പദ്ധതികളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ടു പോകുന്നു. ആരോഗ്യ സംരക്ഷണ രംഗത്തും തൃക്കരിപ്പൂർ മണ്ഡലത്തിന് സർക്കാർ പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. മണ്ഡലത്തിലെ പ്രധാന സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങളിലൊന്നായ നീലേശ്വരം താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ 9.9 കോടിയിലധികം രൂപയുടെ പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ തൃക്കരിപ്പൂരിലെയും സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകും. വൃക്ക രോഗികൾക്ക് ആശ്വാസമായി സംസ്ഥാനത്തുടനീളം ഡയാലിസിസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന പദ്ധതിയുടെ പ്രയോജനവും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് 50 കോടിയിലധികം രൂപ അടങ്കലുള്ള ഈ സുപ്രധാന പദ്ധതി നടപ്പിലാക്കുന്നത്. ഇതിനകം 36 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തൊട്ടാകെ പൂർത്തിയായിട്ടുണ്ട്. ഇവയ്ക്കെല്ലാം പുറമെ പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടാൻ സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന 236 കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനവും തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കും. KMSCL ആണ് ഈ സംസ്ഥാനതല പദ്ധതിയുടെയും നിർവഹണ ഏജൻസി. യുവജനങ്ങൾക്ക് സാങ്കേതിക വിദ്യാഭ്യാസം നൽകി തൊഴിൽ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിൽ ITIകൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലെ പ്രധാന സാങ്കേതിക വിദ്യാകേന്ദ്രമായ EK നയനാർ മെമ്മോറിയൽ ഗവൺമെൻറ് ITI കയ്യൂരിൻ്റെ നവീകരണത്തിനായി കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് കിഫ്ബിയുടെ സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കുന്നു.
സംസ്ഥാനത്തെ മറ്റ് 2 ITIകൾക്കൊപ്പം ചേർന്ന് 13.7 കോടി രൂപയുടെ ഈ പദ്ധതിയുടെ 5.5 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. ITIയുടെ നവീകരണത്തിനായുള്ള മറ്റൊരു പദ്ധതിയും KASEയുടെ പരിഗണനയിലുണ്ട്. ഇത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ ആധുനിക കോഴ്സുകളും മികച്ച പഠന പരിശീലന സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാകും. ഫുട്ബോളിനെ ജീവശ്വാസമായി കാണുന്ന തൃക്കരിപ്പൂരിലെ കായിക പ്രേമികൾക്ക് ആവേശം പകരുന്ന 2 വലിയ പദ്ധതികളാണ് കിറ്റ്കോ ലിമിറ്റഡിന്റെ മേൽനോട്ടത്തിൽ യാഥാർത്ഥ്യമായിരിക്കുന്നത്. തൃക്കരിപ്പൂരിലെ MRC കൃഷ്ണൻ മെമ്മോറിയൽ ഇൻഡോർ സ്റ്റേഡിയം, നീലേശ്വരത്തെ EMS സ്റ്റേഡിയം എന്നിവയുടെ നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു. യഥാക്രമം 33.8 കോടി, 17 കോടി രൂപ വീതം വകയിരുത്തിയിട്ടുള്ള ഈ സ്റ്റേഡിയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂരിഭാഗവും കഴിഞ്ഞു. ഈ ആധുനിക സ്റ്റേഡിയങ്ങൾ കായിക താരങ്ങൾക്ക് മികച്ച പരിശീലന സൗകര്യമൊരുക്കുന്നതിനൊപ്പം വലിയ കായിക മത്സരങ്ങൾക്ക് വേദിയാക്കാനും സഹായിക്കും. മറ്റു ചില പ്രധാന വികസന മേഖലകൾ കൂടി നോക്കാം. ഭരണപരമായ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എളുപ്പത്തിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി രജിസ്ട്രേഷൻ വകുപ്പിന് കീഴിൽ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ വിവിധ ജില്ലകളിലായി സബ് രജിസ്ട്രാർ ഓഫീസുകൾ നിർമ്മിക്കുന്ന ക്ലസ്റ്റർ 6 പദ്ധതിയുടെ ഭാഗമായി തൃക്കരിപ്പൂരിൽ പുതിയ സബ് രജിസ്ട്രാർ ഓഫീസ് നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ ക്ലസ്റ്റർ പദ്ധതിക്കായി ആകെ 10 കോടിയിലധികം രൂപ വകയിരുത്തിയതിൽ 7 കോടിയിലധികം രൂപയുടെ പണികൾ പൂർത്തിയായിട്ടുണ്ട്. സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്കായി കാസർഗോഡ് ജില്ലയിലെ വെള്ളച്ചാലിൽ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയും സർക്കാരിന്റെ പരിഗണനയിലുണ്ട്. KSCC ആണ് ഇതിൻ്റെയും നിർവഹണ ഏജൻസി. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും തൃക്കരിപ്പൂരിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭ്യമാകും. വരാനിരിക്കുന്ന കോസ്റ്റൽ ഹൈവേയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിൽ മാത്രം 250 കോടി രൂപയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അതിനു പുറമെ കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള പവർ ഹൈവേയും നമ്മുടെ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. 17 പദ്ധതികൾ ഇതിനകം തന്നെ നമ്മുടെ മണ്ഡലത്തിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. 10 പദ്ധതികളുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ പുരോഗതി കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനു പുറമെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് 3 ROBകൾ, ആ 3 ROBകൾ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കിഫ്ബിയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം ഭംഗിയായി പ്രഥമ ഘട്ടത്തിൽ നിർവഹിച്ചു, ഫണ്ട് നീക്കിവെച്ചു. എന്നാൽ റെയിൽവേയുടെ അനുമതിക്കായിട്ട് ഉള്ള കാത്തിരിപ്പിലാണ്. 2 പ്രോജക്റ്റ് ഇപ്പോൾ ടെൻഡർ അതിൻ്റെ നടപടി പുരോഗമിച്ചു വരുന്നു. 4 പദ്ധതിയുടെ DPR കിഫ്ബിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി DPR തയ്യാറാക്കുന്ന അതിൻ്റെ വിവിധ ഘട്ടത്തിലാണ്. അതോടൊപ്പം തന്നെ ചില പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയയുടെ കാര്യങ്ങളും ആലോചിച്ച് വരികയാണ്. പൊതുവെ നമ്മൾ പരിശോധിച്ചാൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രവർത്തനം നടന്നുള്ളത് പശ്ചാത്തല മേഖലയിൽ തന്നെയാണ്. അതിൽ വിശേഷിച്ചും റോഡ് വികസനം. നമ്മുടെ ഇന്ന് മണ്ഡലത്തിൽ ഇനി ഒരു വളരെ നേരിയ ശതമാനം PWD റോഡുകൾ മാത്രമേ ഇപ്പോൾ ഹൈടെക് അല്ലെങ്കിൽ മെക്കാഡം ചെയ്യാൻ ബാക്കിയുള്ളൂ. ബാക്കി എല്ലാ റോഡുകളും ഹൈടെക് റോഡാക്കിയിട്ട് മാറ്റാൻ നമുക്ക് കഴിഞ്ഞു. ആശുപത്രി കെട്ടിടങ്ങൾ, നമ്മുടെ മണ്ഡലത്തിലുള്ള എല്ലാ ആശുപത്രി കെട്ടിടങ്ങൾക്കും വിവിധ ഫണ്ടുകൾ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ കൂടുതൽ ഫണ്ട് കിഫ്ബിയിൽ നിന്നാണ് അതിന് പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കായിക മേഖലയിൽ ജില്ലയിലെ മൾട്ടിപർപ്പസ് സ്റ്റേഡിയം എൻ്റെ മണ്ഡലത്തിലാണ്. 29 കോടിയാണ് തൃക്കരിപ്പൂരിലുള്ള മൾട്ടിപർപ്പസ് സ്റ്റേഡിയത്തിനായിട്ട് ഇപ്പോൾ വിനിയോഗിച്ചത്. അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഏതാണ്ട് ഒരു 95% പൂർത്തീകരിച്ചിരിക്കുകയാണ്. വരുന്ന ജനുവരി മാസത്തോടുകൂടി നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2016 ബജറ്റുമായി ബന്ധപ്പെട്ട് നീലേശ്വരത്തുള്ള EMS സ്റ്റേഡിയം, ആ EMS സ്റ്റേഡിയവും വളരെ മുമ്പ് തന്നെ പൂർത്തിയാക്കി കളിക്കളം നാടിന് സമർപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഒട്ടേറെ വിവിധ തലങ്ങളിലെ സ്പോർട്സ്, വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല,
പശ്ചാത്തല മേഖല, ഈ മേഖലകളിലെല്ലാം വളരെ ശ്രദ്ധേയമായിട്ടുള്ള മുന്നേറ്റം കിഫ്ബിയിലൂടെ കൈവരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അഭിമാനകരമായ കാര്യം. മറ്റൊന്ന് ഇതിൻ്റെ നിർവഹണ രീതിയാണ്. വളരെ കൃത്യതയോടുകൂടി, പ്രത്യേകിച്ച് ഈ നവീന ശാസ്ത്രീയ യുഗത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയെ തന്നെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ ശ്രദ്ധേയമായിട്ടുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് ഇതിൻ്റെ ടെക്നിക്കൽ വിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം പ്രവൃത്തികൾ നടക്കുന്ന ഘട്ടത്തിലുള്ള മോണിറ്ററിങ്ങും വളരെ ശ്രദ്ധേയമാണ്. വളരെ എക്സ്പേർട്ട് ടീമാണ് യഥാവസരം പദ്ധതികൾ നിരീക്ഷിക്കുന്നതിനും പ്രവൃത്തികൾ മോണിറ്റർ ചെയ്ത് അതിന് മാറ്റങ്ങൾ വരുത്താനുണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്തി അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള വികസനമാണ് നമ്മുടെ നാട്ടിൽ ഈ കിഫ്ബി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോൾ കണ്ടതുപോലെ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം വികസനത്തിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഗതാഗത രംഗത്ത് റെയിൽവേ മേൽപ്പാലങ്ങളും പാലങ്ങളും നവീകരിക്കുന്ന റോഡുകളും തീരദേശ മലയോര ഹൈവേകളും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും ITIയും, ആരോഗ്യരംഗത്ത് മെച്ചപ്പെടുന്ന സൗകര്യങ്ങളും, കായിക രംഗത്ത് ലോകോത്തര നിലവാരത്തിലുള്ള സ്റ്റേഡിയങ്ങളും, ഭരണ സാമൂഹ്യനീതി നൈപുണ്യ വികസന രംഗങ്ങളിലെ പുതിയ പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ പരിവർത്തനമാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകളും നൂറുകണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും തൃക്കരിപ്പൂരിൻ്റെ ഭാവിയെ ശോഭനമാക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാക്കുമെന്നും യുവജനങ്ങൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നും നാടിനെ പുരോഗതിയുടെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. ഇനി തിരുവനന്തപുരം ജില്ലയിലെ അരുവിക്കര മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളെ പരിചയപ്പെടാം. തലസ്ഥാന നഗരിയോട് ചേർന്ന് കിടക്കുന്ന പ്രകൃതി രമണീയത കൊണ്ടും ജൈവ വൈവിധ്യം കൊണ്ടും അനുഗ്രഹീതമായ അരുവിക്കര ഡാമും നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അരുവിക്കര നിയോജക മണ്ഡലം, സംസ്ഥാന സർക്കാരും കിഫ്ബിയും സംയുക്തമായി ഈ മണ്ഡലത്തിന്റെ സമഗ്രവും സുസ്ഥിരവുമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കി വരുന്ന സുപ്രധാന പദ്ധതികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. സ്ഥാപനം കേരളത്തിൽ ആരംഭിക്കുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിയിൽ പശ്ചാത്തല ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കടമയാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 50,000 കോടി രൂപയുടെ നിക്ഷേപം ഈ മേഖലയിൽ നടത്താനും വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുമാണ് കേരളത്തിലെ ഗവൺമെൻറ് ലക്ഷ്യം വച്ചത്. എന്നാൽ ഇപ്പോൾ 87,378 രൂപയ്ക്കുള്ള പദ്ധതികൾ ഇതിനകം തന്നെ കിഫ്ബിക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, റോഡിൻ്റെ പദ്ധതികൾ, പാലങ്ങൾ തുടങ്ങിയിട്ടുള്ള അടിസ്ഥാന വികസനത്തിൻ്റെ കാര്യത്തിൽ ധാരാളം പ്രോജക്റ്റുകൾ കിഫ്ബിക്ക് ഇതിനകം തന്നെ ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 1147 പ്രോജക്റ്റുകൾ ഇതിനകം തന്നെ മേജർ പ്രോജക്റ്റുകളായി കിഫ്ബി ഏറ്റെടുത്ത് കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനം ഒരു രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയുടെ ഒരു നിർണായകമായിട്ടുള്ള ഘടകമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മികച്ച നയങ്ങളും മികച്ച നിലപാടുകളും ഏറ്റെടുക്കുക എന്നുള്ളത് സർക്കാരിൻ്റെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ചുമതലയാണ്. ആ ചുമതലയാണ് കിഫ്ബി എന്ന സ്ഥാപനത്തിലൂടെ സർക്കാർ ഏറ്റെടുക്കുന്നത്. അരുവിക്കര മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കിഫ്ബി മുഖാന്തരം 288.91 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് അരുവിക്കര മണ്ഡലത്തിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അരുവിക്കര പോലൊരു മണ്ഡലത്തിൽ ഗ്രാമീണ മേഖലകളെയും പട്ടണങ്ങളെയും ബന്ധിപ്പിക്കുന്ന മികച്ച ഗതാഗത ശൃംഖലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇവിടുത്തെ കാർഷിക മേഖലയുടെ വളർച്ചയ്ക്കും വിനോദസഞ്ചാര സാധ്യതകൾക്കും ജനങ്ങളുടെ ദൈനംദിന യാത്രകൾക്കും സുഗമമായ റോഡുകൾ അനിവാര്യമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തി നിരവധി സുപ്രധാന പദ്ധതികളാണ് കേരള റോഡ് ഫണ്ട് ബോർഡ് അഥവാ KRFB കിഫ്ബിയുടെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കുന്നത്. പ്രധാനമായും നെടുമങ്ങാട് അരുവിക്കര വെള്ളനാട് റോഡിന്റെ നവീകരണമാണ് എടുത്തു പറയേണ്ടത്. മണ്ഡലത്തിലെ പ്രധാന കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡിനായി 41.6 കോടി രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. 4.5 കോടിയിലധികം രൂപയുടെ പ്രാരംഭ പണികൾ ഇതിനകം നടന്നു കഴിഞ്ഞു. മലയോര മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിടുന്ന മലയോര ഹൈവേ പദ്ധതിയുടെ നിർണായക ഭാഗങ്ങൾ അരുവിക്കര മണ്ഡലത്തിലൂടെയും സമീപ പ്രദേശങ്ങളിലൂടെയും കടന്നുപോകുന്നു. തിരുവനന്തപുരം ജില്ലയിലെ
കൊല്ലയിൽ ചള്ളിമുക്ക് മുതൽ പാലോട്, വിതുര, ഇരുത്തലമൂല, ആര്യനാട്, കള്ളിക്കാട് വരെയുള്ള 21 കിലോമീറ്ററിലധികം ദൂരം നവീകരിക്കുന്നതിനായി 54.7 കോടി രൂപ അനുവദിച്ചതിൽ 52.6 കോടിയിലധികം രൂപയുടെ, അതായത് ഏതാണ്ട് പൂർണ്ണമായും പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു എന്നത് വലിയ നേട്ടമാണ്. അതുപോലെ പെരിങ്ങമല മുതൽ വിതുര, കോപ്പം വരെയുള്ള 9.5 കിലോമീറ്റർ ഭാഗം നവീകരിക്കുന്നതിനായി 50.8 കോടി രൂപ അനുവദിച്ചതിൽ 30.9 കോടിയിലധികം രൂപയുടെ പണികളും പൂർത്തിയായി. ബാക്കി ജോലികൾ പുരോഗമിക്കുന്നു. ഈ മലയോര പാതകൾ പൂർണ്ണമാകുമ്പോൾ അത് ഹൈറേഞ്ചിലെ വിവിധ കേന്ദ്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുകയും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനം സുഗമമാക്കുകയും ചെയ്യും. വിനോദസഞ്ചാര പ്രാധാന്യമുള്ള വിതുര ബോണക്കാട് റോഡിന്റെ നവീകരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 30 കോടിയിലധികം രൂപ വകയിരുത്തിയ ഈ പദ്ധതിയുടെ 25 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ഇത് ബോണക്കാട് എസ്റ്റേറ്റിലേക്കും മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്ര എളുപ്പമാക്കും. ഇവയോടൊപ്പം കുടിവീട്ടിൽ കടവ് പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. 17.5 കോടിയിലധികം രൂപ ചെലവിൽ KRFB നിർമ്മിക്കുന്ന ഈ പാലത്തിന്റെ പകുതിയോളം പണികൾ, അതായത് 8.3 കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഈ പുതിയ പാലം പ്രാദേശിക ഗതാഗതത്തിന് വലിയ ആശ്വാസമാകും. ഗതാഗത രംഗത്തെ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. അരുവിക്കര നിയോജക മണ്ഡലത്തിലെ പൊതുവിദ്യാലയങ്ങളെ ആധുനിക സൗകര്യങ്ങളോടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള നിരവധി പദ്ധതികളാണ് കിഫ്ബിയുടെ സഹായത്തോടെ നടപ്പിലാക്കുന്നത്. തിരുവനന്തപുരം എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്ട് ക്ലസ്റ്റർ പദ്ധതിയിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപമാണ് ഈ സുപ്രധാന മേഖലയിൽ എത്തുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില, തിരുവനന്തപുരം ക്ലസ്റ്റർ 1, ക്ലസ്റ്റർ 3 എന്നീ പദ്ധതികളിലൂടെ യഥാക്രമം 17.2 കോടി, 23.1 കോടി, 15.2 കോടി രൂപ വീതമുള്ള വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നു. ഇവയുടെ എല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ അഥവാ കൈറ്റ് നടപ്പിലാക്കുന്ന തിരുവനന്തപുരം ഫേസ് 3 ക്ലസ്റ്റർ 1 പദ്ധതിക്കായി 8.7 കോടി രൂപ അനുവദിച്ചതിൽ 8.1 കോടി രൂപയുടെയും പണികൾ പൂർത്തിയായി എന്നത് ശ്രദ്ധേയമാണ്. കൂടാതെ സംസ്ഥാനത്തൊട്ടാകെ 5 കോടി രൂപ വീതം ചെലവിൽ 3 സ്കൂളുകൾ നവീകരിക്കുന്ന പദ്ധതിയുടെ ഭാഗമായും 14.6 കോടി രൂപ വകയിരുത്തിയതിൽ 12.9 കോടിയിലധികം രൂപയുടെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ഈ ക്ലസ്റ്റർ പദ്ധതികളെല്ലാം അരുവിക്കര മണ്ഡലത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് പുതിയ കെട്ടിടങ്ങൾ, സ്മാർട്ട് ക്ലാസ് മുറികൾ, ആധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, മികച്ച ശുചിത്വ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നു. ഇത് ഗ്രാമീണ മേഖലയിലെ കുട്ടികൾക്ക് പോലും ഏറ്റവും മികച്ച പഠനാന്തരീക്ഷം നൽകാൻ സഹായിക്കുന്നു. അരുവിക്കര നിയോജക മണ്ഡലത്തിൽ ഏറ്റവും ശ്രദ്ധേയവും അഭിമാനകരവുമായ പദ്ധതികളിൽ ഒന്നാണ് കോട്ടൂരിൽ സ്ഥാപിക്കുന്ന അത്യാധുനിക ആന പുനരധിവാസ കേന്ദ്രം. നെയ്യാർ പേപ്പാർ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് ഏജൻസിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ വലിയ പദ്ധതിയുടെ 1ാം ഘട്ടത്തിനായി 82 കോടിയിലധികം രൂപയാണ് കിഫ്ബി അനുവദിച്ചിട്ടുള്ളത്. ഇതിനകം 67 കോടിയിലധികം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി എന്നത് ഈ പദ്ധതിയുടെ പ്രാധാന്യവും പുരോഗതിയും വ്യക്തമാക്കുന്നു. ആനകളുടെ സംരക്ഷണത്തിനും പഠനത്തിനും ഗവേഷണത്തിനും ഒപ്പം ഉത്തരവാദിത്ത ടൂറിസത്തിനും പ്രാധാന്യം നൽകുന്ന ഈ കേന്ദ്രം ലോക ശ്രദ്ധ നേടാൻ സാധ്യതയുള്ള ഒന്നാണ്. ഇത് പൂർത്തിയാകുന്നതോടെ അരുവിക്കരയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ടൂറിസം ഭൂപടത്തിൽ കോട്ടൂരിന് സവിശേഷ സ്ഥാനമുണ്ടാകും. ആരോഗ്യ സംരക്ഷണ രംഗത്തും അരുവിക്കര മണ്ഡലത്തിന് ആവശ്യമായ പരിഗണന ലഭിക്കുന്നുണ്ട്. പകർച്ചവ്യാധികളെ ഫലപ്രദമായി നേരിടുന്നതിനും അടിയന്തര സാഹചര്യങ്ങളിൽ മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനുമായി സംസ്ഥാനത്തെ 140 നിയോജക മണ്ഡലങ്ങളിലും 10 കിടക്കകളുള്ള ഐസൊലേഷൻ വാർഡുകൾ സ്ഥാപിക്കുന്ന ബൃഹത്തായ പദ്ധതിയുടെ പ്രയോജനം അരുവിക്കര മണ്ഡലത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങൾക്കും ലഭിക്കും. കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ലിമിറ്റഡാണ് 236 കോടി രൂപയുടെ ഈ സംസ്ഥാനതല പദ്ധതിയുടെ നിർവഹണ ഏജൻസി. ഇത് പ്രാഥമിക ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ ശക്തിപ്പെടുത്താൻ സഹായിക്കും. പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു.
ഇതിന്റെ ഭാഗമായി പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ കുറ്റിച്ചിലിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിനായി പുതിയ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്ക് സർക്കാർ അംഗീകാരം നൽകിയിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് 30 കോടിയിലധികം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഈ മേഖലയിലെ ആദിവാസി വിദ്യാർത്ഥികൾക്ക് മികച്ച പഠന താമസ സൗകര്യങ്ങൾ ലഭ്യമാകും. പദ്ധതിയുടെ നിർമ്മാണ ഘട്ടത്തിലേക്കുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. അതുപോലെ യുവജനങ്ങൾക്ക് പുതിയ തൊഴിൽ സാധ്യതകൾ നൽകുന്നതിനും നൈപുണ്യ വികസനത്തിനും ഊന്നൽ നൽകുന്ന കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന വർക്ക് നിയർ ഹോം ഇക്കോസിസ്റ്റം വികസിപ്പിക്കുന്നതിനുള്ള 27.5 കോടി രൂപയുടെ പദ്ധതിയുടെ പ്രയോജനങ്ങളും അരുവിക്കരയിലെ യുവതലമുറയ്ക്ക് ഭാവിയിൽ ലഭ്യമാകും. ഇത് പ്രാദേശികമായുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ആവശ്യമായ നൈപുണ്യ പരിശീലനം നൽകാനും ലക്ഷ്യമിടുന്നു. ഈ നിലയിൽ നാടിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ധാരാളം പ്രവർത്തനങ്ങൾ കിഫ്ബിക്ക് ഏറ്റെടുക്കേണ്ടതായി വന്നു. അത് കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് സഹായകരമായിട്ടുണ്ട്. അരുവിക്കര മണ്ഡലത്തിലും ഇത്രയും രൂപ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ആ മണ്ഡലത്തിന് വേണ്ടി ലഭ്യമായത് അരുവിക്കര മണ്ഡലത്തിൻ്റെ വികസന കുതിപ്പിന് ഏറെ സഹായകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ സ്ഥാപനം ഇനിയും വളർന്ന് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എന്നാൽ നാട്ടിൽ സമഗ്രമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ സഹായകരമാകും. കിഫ്ബിയുടെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തെ ജനോപകാരപ്രദമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള ആശംസകൾ നേരുകയാണ്. നമ്മളിപ്പോൾ കണ്ടതുപോലെ അരുവിക്കര നിയോജക മണ്ഡലം വികസനത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധേയമായ ഒരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കുകയാണ്. ഗതാഗത രംഗത്ത് നവീകരിക്കപ്പെടുന്ന റോഡുകളും പാലങ്ങളും മലയോര ഹൈവേയും, വിദ്യാഭ്യാസ രംഗത്ത് ആധുനികവൽക്കരിക്കപ്പെടുന്ന സ്കൂളുകളും, ലോകശ്രദ്ധ നേടുന്ന കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രവും, ആരോഗ്യ ആദിവാസി ക്ഷേമ നൈപുണ്യ വികസന രംഗങ്ങളിലെ പുതിയ പദ്ധതികളും ചേരുമ്പോൾ ഈ മണ്ഡലത്തിൻ്റെ സമഗ്രമായ വളർച്ചയാണ് ലക്ഷ്യമിടുന്നത്. കിഫ്ബിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും ദീർഘവീക്ഷണത്തോടെയുള്ള ഈ ഇടപെടലുകൾ 100 കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളും അരുവിക്കരയുടെ ഭാവിയെ ശോഭനമാക്കുമെന്നതിൽ സംശയമില്ല. ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുമെന്നും മലയോര മേഖലയുടെയും ഗ്രാമീണ മേഖലയുടെയും ഒരുപോലെ പുരോഗതിക്ക് വഴിയൊരുക്കുമെന്നും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുമെന്നും യുവജനങ്ങൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. വികസന വേദിയിൽ വിജയ കേരളം എന്ന പ്രോഗ്രാമിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റ് മണ്ഡലങ്ങളിലെ വികസനങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.